we will discuss about sets in the complex plane. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു സെറ്റ്സിനെ പറ്റി. ഇന്റീരിയർ പോയിന്റ്, എക്സ്റ്റീരിയർ പോയിന്റ്, നെയ്ബർഹുഡ്, എപ്സിലോൺ നെയ്ബർഹുഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇതിൽ നമ്മൾ സെറ്റുകൾ, ഓപ്പൺ സെറ്റ് എന്താണ്, അതുപോലെ കണക്റ്റഡ് സെറ്റുകൾ എന്താണ്, ഡൊമെയിൻ, റീജിയൻ, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഓപ്പൺ സെറ്റ് എന്താ നോക്കാം. If every point of a set is an interior point, then it is called an open set. അപ്പോൾ ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിലെ എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ്സ് ആണെങ്കിൽ നമ്മൾ ആ സെറ്റിനെ ഓപ്പൺ സെറ്റ് എന്ന് പറയും. അപ്പോൾ ആ സെറ്റിനുള്ളിലുള്ള പോയിന്റ്സ് എല്ലാം ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന് വേറൊരു അർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റില് ബൗണ്ടറി പോയിന്റ്സ് ഒന്നും ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല എങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ സെറ്റ് എന്ന് പറയും. ഇൻ അതർ വേർഡ്സ്, സെറ്റ് ഈസ് ഓപ്പൺ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നൺ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ്. അപ്പൊ അതിലെ ഒരു ബൗണ്ടറി പോയിന്റ് പോലും ആ സെറ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ ആ സെറ്റിനെ നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് പറയും. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടിരുന്നു, set S equal to set such that 2 less than mod z less than 4. അപ്പൊ നമ്മൾ ഇതൊരു ഓപ്പൺ ആനുലസ് ആയിരുന്നു അല്ലെ, സർക്കുലർ റിംഗ് അല്ലെങ്കിൽ ആനുലസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ വരച്ചിരുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണ്. കാരണം അതില് ബൗണ്ടറീസ് മോഡ് z equal to 2 എന്ന് പറയുന്ന ബൗണ്ടറിയും അതുപോലെ മോഡ് z equal to 4 എന്ന് പറഞ്ഞ ബൗണ്ടറിയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് ഇത് ഓപ്പൺ സെറ്റ് ആയിട്ട് വരും. അപ്പൊ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ സെറ്റ് ആവില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മള് S1 ഈക്വൽ ടു സെറ്റ് ഓഫ് 4z സച്ച് ദാറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z ലെസ് ദാൻ 4. ഇതെന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ സെറ്റ് ആണോ? അല്ല. കാരണം ഈ ബൗണ്ടറി മോഡ് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ബൗണ്ടറി നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ വരയ്ക്കാം. z equal to 2, ഇത് റേഡിയസ് 2 ഉള്ള സർക്കിൾ. അടുത്ത മോഡ് z equal to 4. അപ്പൊ നമ്മുടെ ഇവിടെ റീജിയൻ, ഇപ്പൊ ഇവിടെ z ഈക്വൽ ടു 4 എന്നുള്ളത് ഇതില്ല, അതിനുള്ളിലുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ ബൗണ്ടറി ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് 4, ഇത് 2. ബട്ട് ഇവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അപ്പൊ ഈ ബൗണ്ടറി ഇതിനുള്ളിലുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പോർഷനാണ്. ഇതിനിടയിലുള്ള പോർഷനും ഈ ബൗണ്ടറി ഉൾപ്പെടും, പുറത്തത്തെ ബൗണ്ടറി ഇല്ല. അപ്പൊ ഈ ബൗണ്ടറി പോയിന്റ് ഉൾപ്പെടുന്നത് കൊണ്ട് ഈ ബൗണ്ടറി പോയിന്റ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഓപ്പൺ സെറ്റ് അല്ല. ഒരു ബൗണ്ടറി പോയിന്റ് പോലും ഉണ്ടാവാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ സെറ്റില്. അപ്പോ ഇത് ഈസ് നോട്ട് ആൻ ഓപ്പൺ സെറ്റ്. Is not an open set since it contains the points set for which mod z equal to 2. Mod z equal to 2, the boundary points of S1. അപ്പൊ ഈ ബൗണ്ടറി പോയിന്റ്സ് അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അതൊരു ഓപ്പൺ സെറ്റ് അല്ല എന്ന് പറയും. ഇനി അടുത്ത് നമുക്ക് കണക്റ്റഡ് സെറ്റ് എന്താ നോക്കാം. ഇനി നമ്മൾ കണക്റ്റഡ് സെറ്റ് എന്താ നോക്കാം. കണക്റ്റഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ if any 2 points of a given set can be joined by a polygonal line consisting of a finite number of line segments joined end to end such that the polygonal line lies completely within S, then the set S is said to be a connected set. അപ്പൊ കണക്റ്റഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാല് അതിൽ ഏത് 2 പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഇതൊരു സെറ്റാണ് വിചാരിക്കുക, ഏത് 2 പോയിന്റുകൾ എവിടെ മാർക്ക് ചെയ്താലും അത് നമുക്കൊരു പോളിഗണൽ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റണം. പോളിഗണൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ട്രയാങ്കിൾ, സ്ക്വയർ, അതൊക്കെ പോളിഗണൽ ഷേപ്പുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിന്റെ ലൈനുകൾ എന്ന് വെച്ചാൽ
കുറെ സ്ട്രേറ്റ് ലൈൻ പല വിധത്തിൽ ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ പോളിഗണൽ ലൈൻ എന്ന് പറയാം. അപ്പൊ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോളിഗണൽ ലൈൻ കൊണ്ട് നമുക്ക് ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കണക്റ്റഡ് സെറ്റ് ആണ് വരിക. അപ്പൊ ഈ രണ്ട് പോയിന്റ്സിനെ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം? ഒരു സ്ട്രേറ്റ് ലൈൻ കൊണ്ട് തന്നെ ജോയിൻ ചെയ്യാം. ഒരു സ്ട്രേറ്റ് ലൈൻ മതി. ഇനിയിപ്പോ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഹോളാണെന്ന് വിചാരിക്കാം. ഇത് ഹോളാണ്, ഈ ഒരു പോർഷൻ മാത്രമാണുള്ളത്. ഈ ഹോളിനുള്ളിലുള്ള പോർഷൻ ഇല്ല, ബാക്കിയുള്ള പോർഷനേ ഉള്ളൂ. അപ്പൊ ഞാൻ രണ്ട് പോയിന്റുകൾ എടുക്കും, ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ എടുത്തു. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം? നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊണ്ട് പറ്റില്ല, കാരണം ഇവിടെ ഹോളിനകത്തേക്ക് പോകും. അപ്പൊ കംപ്ലീറ്റ് ആ സ്ട്രേറ്റ് ലൈനിലെ ആ പോളിഗണൽ ലൈനിലെ പോയിന്റുകൾ മുഴുവൻ ആ സെറ്റിനകത്ത് തന്നെ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. അപ്പൊ ഞാനിതിങ്ങനെ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. പിന്നെ ഇവിടേക്ക് ജോയിൻ ചെയ്യാൻ ഇങ്ങോട്ടൊന്ന് വരച്ചാൽ മതി. അപ്പൊ രണ്ട് സ്ട്രേറ്റ് ലൈൻ ജോയിൻ ചെയ്യുന്ന ഒരു പോളിഗണൽ ലൈൻ കൊണ്ട് നമുക്ക് ഈ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു കണക്റ്റഡ് സെറ്റാണ്. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്, രണ്ട് എൻഡും ജോയിൻ ചെയ്യണം. ഫൈനൈറ്റ് നമ്പർ ഓഫ് പോളിഗണൽ ലൈൻ കൊണ്ട് വേണം ജോയിൻ ചെയ്യാൻ. ഫൈനൈറ്റ് നമ്പർ ഓഫ് പോളിഗണൽ ലൈൻ കൊണ്ട് വേണം ഇത് ജോയിൻ ചെയ്യാനായിട്ട്. ഈ പോളിഗണൽ ലൈനിൽ വരുന്ന എല്ലാ പോയിന്റും നമ്മുടെ സെറ്റിൽ ഉണ്ടാവുകയും വേണം. ഇപ്പൊ ഇവിടുത്തെ രണ്ട് പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഈ പോയിന്റും ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറ്റില്ല. അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഈ ലൈനിന്റെ ഈ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സെറ്റിൽ വരുന്നില്ല, അതുപോലെ ഈ പോർഷൻ എടുത്താലും സെറ്റിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കണക്റ്റഡ് അല്ല എന്ന് പറയാൻ പറ്റൂല. അല്ലാതെ വേറെ പോളിഗണൽ ലൈൻ കൊണ്ട് നമുക്ക് ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യാലോ, അല്ലെ? അപ്പൊ ഞാൻ ഈ രണ്ട് പോയിന്റ് എടുത്തു, വേറൊരു പോളിഗണൽ ലൈൻ വരയ്ക്കാം. ജസ്റ്റ് ഇതാ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് കറക്റ്റ് സ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ 3 ലൈൻസ് വരച്ചു. അങ്ങനെ ഈ പോയിന്റിൽ എത്താൻ പറ്റി. അപ്പോൾ അങ്ങനെ എത്ര സ്ട്രേറ്റ് ലൈനുകൾ കൊണ്ട് ആണെങ്കിലും നമുക്കത് രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാണ്. സെറ്റ് എസ് എന്ന് പറയുന്ന set of all z such that 1 less than or equal to mod z less than or equal to 3. അപ്പൊ ഇത് ബൗണ്ടറികളുടെ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതൊരു ഓപ്പൺ സെറ്റ് അല്ല, കാരണം ബൗണ്ടറീസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇത് ഓപ്പൺ സെറ്റ് അല്ലാതെ നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, അല്ലെ? ബൗണ്ടറീസ് ഉണ്ട്. അപ്പൊ കണക്റ്റഡ് ആണോ നോക്കാം. ഓപ്പൺ സെറ്റ് അല്ല. ഇനി കണക്റ്റഡ് ആണോ നോക്കാൻ എന്ത് ചെയ്യാം? ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ഞാൻ എടുക്കാണ്. ഇത് Z1 ഇത് Z2 ആയിട്ട് എടുത്തു. ഈ രണ്ട് പോയിന്റുകളും ഒരു പോളിഗണൽ ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യണം. അപ്പൊ ഞാൻ ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചു. ഇനി ഇവിടുന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചു. അപ്പൊ ഈ രണ്ട് ലൈനും ജോയിൻ ചെയ്ത് നമുക്ക് ഈ രണ്ട് പോയിന്റുകളും ഒരു പോളിഗണൽ ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ട് ഈ സെറ്റ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. is a connected set. അപ്പൊ ഇതൊരു കണക്റ്റഡ് സെറ്റ് ആണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ രണ്ട് പോളിഗണൽ ലൈൻ കൊണ്ട് നമ്മൾ ഈ സെറ്റിനെ ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇനി കണക്റ്റഡ് അല്ലാത്ത പല സെറ്റുകളും ഉണ്ടാവാം. നമുക്ക് ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കാണാം കണക്റ്റഡ് അല്ലാതെ സെറ്റുകൾ. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് റീജിയൻസ് ജോയിൻ ചെയ്യുന്നത്, ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുക. ഈ രണ്ട് റീജിയനും കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? കണക്റ്റഡ് ആണോ എന്ന് പറയുന്നത് എങ്ങനെയാ? ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇതിനുള്ളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. എല്ലാ പോയിന്റുകളും എടുത്താലും അത് തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റണം, അല്ലെ? അപ്പൊ ഇങ്ങനെ രണ്ട് പോയിന്റുകൾ ഞാൻ എടുത്തു. ഇത് തമ്മിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോളിഗണൽ ലൈൻ കൊണ്ട് വരച്ച് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിനിടയിൽ ഒരു വലിയ ഹോളാ വരുന്നത്, അല്ലെ? ഒരു ബൗണ്ടറി പോലും ഇവിടെ ടച്ച് ചെയ്യുന്നതില്ല.
അതുകൊണ്ട് നമുക്ക് ഇത് കണക്റ്റഡ് സെറ്റ് അല്ല എന്ന് പറയാം. അപ്പൊ ഇത് വലിയ എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യണ്ട. അപ്പൊ ഇങ്ങനെ ഞാനിപ്പോ ഇത് എങ്ങനെ വരച്ചാലും ഇതിനിടയിലുള്ള ഈ ലൈനിൽ ഈ പോർഷൻ എന്താ നമ്മുടെ സെറ്റിൽ വരുന്നില്ല. അപ്പൊ ഇത് കണക്റ്റഡ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് കണക്റ്റഡ് സെറ്റ് ആണോ എന്ന് മനസ്സിലാവുന്നത്. ഈ ഡൊമെയിൻ എന്താ നോക്കാം. A connected open subset of the complex plane is called a domain. അപ്പൊ നമ്മൾ കണക്റ്റഡ് സെറ്റ് എന്താന്ന് പറഞ്ഞു, ഓപ്പൺ സെറ്റ് എന്താന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടെ ആയിട്ടുള്ള ഓപ്പൺ കണക്റ്റഡ് സെറ്റ് അല്ലെങ്കിൽ കണക്റ്റഡ് ഓപ്പൺ സബ്സെറ്റിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതുപോലെ ഇത് ഈ ആനുലസ് എന്ന് പറയുന്നത് ഡൊമെയിനിന് ഒരു എക്സാമ്പിൾ ആണ്. 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2. അപ്പൊ ഇത് കോംപ്ലക്സ് പ്ലെയിനിലെ കാര്യമാണ് പറയുന്നത്. നമ്മള് ഇതിനു മുന്നേയും കണക്റ്റഡ് റീജിയനും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് കോംപ്ലക്സ് പ്ലെയിനിലെ കണക്റ്റഡ് സെറ്റ് ആണ്, അതുപോലെ ഓപ്പൺ സെറ്റ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഈ ആനുലസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞ ബൗണ്ടറിയും ഇല്ല, റേഡിയസ് 1 ആയിട്ടുള്ള അതുപോലെ റേഡിയസ് 2 ആയിട്ടുള്ള റേഡിയസ് 2 അല്ല ഡയമീറ്റർ റേഡിയസ് 2ഉം റേഡിയസ് 1ഉം ആയിട്ടുള്ള സർക്കിളുകളാണ്. അതിനിടയിലുള്ള റീജിയൻ ആണ്, ബൗണ്ടറീസ് ഉൾപ്പെടുന്നില്ല. അപ്പൊ ആ ആനുലസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്, മാത്രമല്ല കണക്റ്റഡും ആണ്. അപ്പോ ഇത് ഡൊമെയിൻ ആണ്. ഇനിയിപ്പോ ഡൊമെയിൻ അല്ലാത്ത ഒരു സെറ്റ് ഞാൻ പറയാം. The set S of all complex numbers satisfying ഒരു കണ്ടീഷൻ പറയാണ്, satisfying real part of Z not equal to 4 is the entire complex plane. അപ്പൊ ഇതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. റിയൽ പാർട്ട് ഓഫ് സെഡ് 4 ആവാത്ത എല്ലാ കോംപ്ലക്സ് നമ്പറും. അപ്പൊ എന്ന് വെച്ചാൽ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് 4 ആവാൻ പാടില്ല അല്ലെ. എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ആ ലൈൻ അങ്ങ് ഒഴിവാക്കി ബാക്കിയുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഓപ്പൺ ആണ്, അതിലൊരു ബൗണ്ടറീസ് ഒന്നും അതിൽ വരുന്നില്ല. ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കാം. ഇപ്പൊ വരച്ച് ഇതിൽ മുഴുവൻ നമുക്ക് കാണിക്കാൻ പറ്റില്ല, എൻ്റെ കോംപ്ലക്സ് പ്ലെയിൻ ഒരിക്കലും ഇതിൽ മുഴുവൻ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ വരച്ചു കഴിഞ്ഞാല് റിയൽ പാർട്ട് ഓഫ് സെഡ് ഇവിടെ 1 2 3 4. അപ്പൊ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് 4 ആയിട്ടുള്ള എന്ന് പറഞ്ഞ ഈ ലൈനാണ്. എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ അല്ലേ. എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഒഴിവാക്കുക, ബാക്കിയുള്ള എല്ലാ റീജിയനുമാണ് നമ്മുടെ ഇവിടെ വരുന്നത് അല്ല. അപ്പൊ ഈ ലൈൻ ഒഴിവാക്കുക, ഈ ലൈൻ ഇതിൽ വരുന്നില്ല, ബാക്കിയുള്ള ഫുൾ കോംപ്ലക്സ് പ്ലെയിൻ ആണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഈ ലൈൻ ഒഴിവാക്കി കഴിഞ്ഞ് ബാക്കി ഇങ്ങോട്ട് വരയ്ക്കാം. ഇങ്ങോട്ട് 4 വശത്തേക്കും ഉണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് ഈ ലൈനും കൂടെ അങ്ങ് ഒഴിവാക്കുക. അപ്പൊ ഈ റീജിയൻ മൊത്തം വരുന്നുണ്ട് ഈ ലൈൻ ഒഴികെ. ഈ ലൈൻ ഒഴികെ ബാക്കി എല്ലാ റീജിയൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എവിടെയും ബൗണ്ടറീസ് ഒന്നും ഉൾപ്പെട്ടിട്ടില്ല. ഇങ്ങോട്ട് നമുക്ക് എവിടെ വരെ പോകുന്നു പറയാൻ പറ്റില്ല. ഇവിടെയും ഓപ്പൺ ആണ്, ഈ സൈഡ് ഓപ്പൺ ആണ്, മുകൾ സൈഡ് ഓപ്പൺ ആണ്. ഇവിടെ ഈ ബൗണ്ടറിയെ നമ്മളങ്ങ് ഒഴിവാക്കി കളഞ്ഞു ചെയ്തു അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് ആണ്. ഇനി ഒരു കണ്ടീഷൻ കൊണ്ടുണ്ട് കണക്റ്റഡ് ആവണം അല്ലെ. അപ്പൊ കണക്റ്റഡ് ആവാൻ നമുക്ക് എന്താ കണ്ടീഷൻ? ഏത് 2 പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാലും അതൊരു പോളിഗണൽ പാത്ത് കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ ഇവിടെ 2 പോയിന്റുകൾ എടുക്കുകയാണ്. ഒന്ന് ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് എടുത്തു, ഒന്ന് റൈറ്റ് സൈഡിലുള്ള പോയിന്റ് എടുത്തു. അപ്പോ ഈ ഇങ്ങനെ കുത്തനെയുള്ള ഈ ഒരു ലൈൻ മുഴുവൻ നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2 പോയിന്റുകളും ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ലൈൻ ഇല്ലാതെ, ഈ ലൈനിലെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യാതെ ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പൊ ആ പോയിന്റ് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി കളഞ്ഞു. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യാൻ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യാന്ന് വിചാരിച്ചോ, എന്നാലും ഈ ഇവിടുത്തെ x4 ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് ഇതിൽ വരുന്നില്ല. ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവും, അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റൂല. അപ്പോ ഇത് കണക്റ്റഡ് സെറ്റ് അല്ല.
ഈ ഒരു ബ്രേക്ക് ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് ഈ രണ്ട് പോയിന്റിനെ ഒരിക്കലും ജോയിൻ ചെയ്യിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ റീജിയൻ എന്ന് പറയുന്നത് ഒരു ഡൊമെയിൻ അല്ല, അതുപോലെ കണക്റ്റഡ് സെറ്റും അല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സെറ്റ് എസ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈങ് റിയൽ പാർട്ട് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 4 is the entire complex plane except the vertical line x equal to 4. അതാണ് നമ്മുടെ സെറ്റ്. അപ്പൊ ഹിയർ S is an open set since it contains no boundary points, but it is not connected since it is not possible to join points on either side of the vertical line x equal to 4. ഈ രണ്ട് സൈഡും തമ്മിൽ ഒരിക്കലും ഒരു ബൈ എ പോളിഗണൽ ലൈൻ വിതൗട്ട് ലീവിങ് ദി സെറ്റ്. ഈ സെറ്റിൽ നിന്ന് പുറത്തു പോവാതെ നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള പോയിന്റുകൾ തമ്മിൽ ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഹെൻസ് എസ് ഈസ് നോട്ട് എ ഡൊമെയിൻ. അതുകൊണ്ട് എസ് ഡൊമെയിൻ അല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ഡൊമെയിൻ. എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം നമുക്ക്, അല്ലെ? അപ്പൊ ഓപ്പണും കണക്റ്റഡും ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ പറയാ ഡൊമെയിൻ എന്ന് പറയും. ഇനി അടുത്ത നമുക്ക് റീജിയൻ എന്താ നോക്കാം. ഇനി നമുക്ക് റീജിയൻ എന്താ നോക്കാം. എ റീജിയൻ ഈസ് എ കണക്റ്റഡ് സെറ്റ് വിത്ത് ഓൾ സം ഓർ നൺ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ്. അപ്പൊ റീജിയൻ എന്ന് പറയുന്നതാണ്, അതിനാകെ ഒരു കണ്ടീഷനുള്ളൂ, കണക്റ്റഡ് സെറ്റ് ആയിരിക്കേണ്ടത്. അത് ഓപ്പണോ ക്ലോസ്ഡോ എന്ത് വേണമെങ്കിലും ആവാം. എന്ന് വെച്ചാല് എല്ലാ ബൗണ്ടറി പോയിന്റ്സും നമ്മുടെ റീജിയനിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ബൗണ്ടറി പോയിന്റ്സ് കുറച്ച് ബൗണ്ടറി പോയിന്റ്സ് മാത്രം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി പോയിന്റും ഇല്ലാതെയും വരാം. അപ്പൊ അങ്ങനെയുള്ള കണക്റ്റഡ് സെറ്റിനെയാണ് നമ്മൾ പറയാ റീജിയൻ. അപ്പൊ അതില് ക്ലോസ്ഡ് റീജിയൻ എന്താ, നമ്മൾ ഓപ്പൺ സെറ്റ് എന്താന്ന് കണ്ടു. ക്ലോസ്ഡ് റീജിയൻ എന്താ നോക്കാം. എ റീജിയൻ കണ്ടെയ്നിങ് ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ് ഈസ് സെഡ് ടു ബി ക്ലോസ്ഡ് റീജിയൻ. അപ്പൊ എല്ലാ ബൗണ്ടറി പോയിന്റ്സും കണ്ടെയ്ൻ ആയിട്ടുള്ള കണക്റ്റഡ് സെറ്റ്, അല്ലെ? റീജിയൻ എന്ന് പറഞ്ഞതാണ് എല്ലാ ബൗണ്ടറി പോയിന്റ്സും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കണക്റ്റഡ് സെറ്റ് ആണ് ക്ലോസ്ഡ് റീജിയൻ. അപ്പൊ നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് ചിലപ്പോൾ ചില ഡൊമെയിനില് മുഴുവനായിട്ട് ഓപ്പൺ ആവാം, അല്ലെ? ചിലത് മുഴുവൻ ക്ലോസ്ഡ് ആവാം. കണക്റ്റഡും കൂടെ ആയാലേ നമുക്ക് റീജിയൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ചിലത് ഓപ്പണും ആവാം ക്ലോസ്ഡും ആവാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മള് പങ്ക്ച്വേർഡ് ഡിസ്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതുപോലെ, കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തതുപോലെ 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഇവിടെ ബൗണ്ടറി ഉൾപ്പെട്ടിട്ടുണ്ട്, ഇവിടെ ബൗണ്ടറി ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ ഇത് ഓപ്പൺ ആണോ? അല്ല, കാരണം ഈ ബൗണ്ടറി പോയിന്റ്സ് ഇതിൽ വരുന്നുണ്ട്. ഓപ്പൺ അല്ല. ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് ആവണമെങ്കിൽ ഈ ബൗണ്ടറി പോയിന്റ്സും കൂടെ അതിൽ ഉൾപ്പെടുത്താനായിരുന്നു, അല്ലെ? ഇപ്പൊ കുറച്ച് ബൗണ്ടറി പോയിന്റ്സ് അതിൽ വന്നിട്ടില്ല. അപ്പൊ ഫുൾ ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഓപ്പണും അല്ല ക്ലോസ്ഡും അല്ല. The punctured disk 0 less than mod z less than or equal to 1 is neither open nor closed എന്ന് നമുക്ക് പറയാം. ഇനി ചിലപ്പോ ബൗണ്ടറി പോയിന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റുകൾ വരാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ മുഴുവനായിട്ട് എടുക്കാം. സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫുൾ. അതിന്റെ നമുക്ക് ബൗണ്ടറീസ് പറയാൻ പറ്റുമോ? ബൗണ്ടറീസ് ഇല്ല, അത് അൺബൗണ്ടഡ് ആണ്. ആ ബൗണ്ടഡ് അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ ഈസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആണ്. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഓപ്പണും ആണ് ക്ലോസ്ഡ് ആണെന്ന് നമ്മൾ പറയാം. ഓപ്പണും അല്ല ക്ലോസ്ഡ് അല്ലെന്നല്ല, ഓപ്പണും ക്ലോസ്ഡും ആണെന്നാ പറയാ. കാരണം അതിന് നമുക്ക് ബൗണ്ടറി പറയാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാം. ഇറ്റ്സ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സിൻസ് ഇറ്റ് ഹാസ് നോ ബൗണ്ടറി പോയിന്റ്സ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് റിമാർക്കാണ്. 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ചിലപ്പം നിങ്ങളോട് ചോദിക്കാം നെയ്തർ ഓപ്പൺ നോ ക്ലോസ്ഡ് ആയിട്ടുള്ള, ഓപ്പണും അല്ല ക്ലോസ്ഡും അല്ലാത്ത എക്സാമ്പിൾ നമ്മൾ മുന്നേ കണ്ടു. ഇനി ഓപ്പണും ആണ് ക്ലോസ്ഡും ആയിട്ടുള്ള സെറ്റ് ഏതാണ്? എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ, അല്ലെങ്കിൽ എൻറ്റയർ കോംപ്ലക്സ് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആണ്. കാരണം എന്താ? സിൻസ് ഇറ്റ് ഹാസ് നോ ബൗണ്ടറി പോയിന്റ്സ്.
നമ്മുടെ സെറ്റിൽ ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമാണ് നമ്മുടെ ഓപ്പൺ സെറ്റിന്റെ ഡെഫിനേഷൻ. അപ്പൊ ബൗണ്ടറി പോയിന്റ്സ് ഇല്ലാത്തൊരു സെറ്റാണ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞത്, കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെ. അപ്പൊ ബൗണ്ടറി പോയിന്റ്സ് ഇല്ലാത്ത സെറ്റ് ആവുമ്പോൾ അത് നമുക്ക് ബോത്ത് ഓപ്പണും ക്ലോസ്ഡും പറയാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ടേംസുകൾ പഠിക്കാനുള്ളത്. നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസ്, 2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അതോടെ നമുക്ക് ഈ ചാപ്റ്റർ കഴിയും. ഇനി അടുത്ത പുതിയ സെക്ഷൻ അനലിറ്റിക് ഫങ്ഷൻസ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. സ്കെച്ച് ദ ഫോളോവിങ് സെറ്റ്സ് ഓഫ് പോയിന്റ്സ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. ഫസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന്റെ കോംപ്ലക്സ് പ്ലെയിനിൽ അതിനെ സ്കെച്ച് ചെയ്യാം. In each case, state whether they are open or closed regions. Which of them are domains? അപ്പോൾ എല്ലാ കേസിലും 2 കേസിലും എന്ത് ചെയ്യുക, അത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ അതുപോലെ ഡൊമെയിൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ റീജിയൻ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യാം. ഫസ്റ്റത്തെ റീജിയൻ 2ന്റെ ഇന്റർസെക്ഷൻ ആണ്. 2ഉം കൂടെ കൂടിയ ആ റീജിയൻ ആണ് വരുന്നത്. അവിടെ തന്നിട്ടുള്ളത് ഗിവൺ സെറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ഹാഫ് പ്ലെയിൻസ് റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഇമാജിനറി സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്ന് വെച്ചാൽ 2ന്റെയും കോമൺ പാർട്ടാണ്. ദാറ്റ് ഈസ് കോമൺ പാർട്ട് ഓഫ് ദ ഹാഫ് പ്ലെയിൻസ്. ഇത് റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഗ്രാഫ് ഒന്ന് വരയ്ക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം വേണം. നമ്മൾ എക്സ് വൈ പ്ലെയിൻ വരയ്ക്കുകയാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ് 0 1. ഇപ്പൊ 1 വരെ മതി ഉള്ളത് കൊണ്ട് ഞാൻ അത് മാത്രം മാർക്ക് ചെയ്തു. വൈ ആക്സിസിലും 1 മാർക്ക് ചെയ്തു. എക്സ് ഈക്വൽ ടു 1 അല്ലെ. അപ്പൊ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നായിരുന്നു ഇവിടെ അല്ലെ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനും അതിന് റൈറ്റ് സൈഡിലോട്ട് ഗ്രേറ്റർ ദാൻ 1 ആണ് ഉദ്ദേശിച്ചത്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഈ റീജിയൻ വരും. അതുപോലെ അടുത്ത റീജിയൻ ഏതാണ്? വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ റീജിയൻ ആദ്യം വരയ്ക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് വൈ മുകളിലേക്ക് പോകുന്നതോറാണ് വൈ കൂടുക. അപ്പൊ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ നമുക്ക് ഈ താഴേക്കുള്ള റീജിയൻ. അപ്പൊ ഈ റീജിയൻ ആണ് നമ്മുടെ എന്ന് വെച്ചാൽ ഈ ഇവിടെ റൈറ്റ് സൈഡിലോട്ടുള്ളതും ഈ താഴേക്കുള്ള റീജിയനും കൂടെ കൂടിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ റീജിയൻ ആയിട്ട് വരുന്നത്. ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഇവിടെ ഇമാജിനറി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി നമുക്കിത് കണക്റ്റഡ് ആണ്. ഏത് പോയിന്റ് 2 പോയിന്റ് എടുത്താലും അത് തമ്മിൽ നമുക്ക് ഒരു പോളിഗണൽ പാത്ത് കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കാരണം ഇവിടുന്ന് ഇങ്ങനെയുള്ള ഇത്രയും പോയിന്റുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോ ഇത് കണക്റ്റഡ് ആണ്. ദ ഗിവൺ സെറ്റ് ഈസ് കണക്റ്റഡ് ആയതുകൊണ്ട് കണക്റ്റഡ് മാത്രമായാൽ മതി റീജിയൻ ആവാൻ അല്ലെ. ഹെൻസ് ഇറ്റ് ഈസ് എ റീജിയൻ. കണക്റ്റഡ് ആയതുകൊണ്ട് ഇതൊരു റീജിയൻ ആണ്. ഇനി ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ നോക്കാം. അപ്പൊ ഇതിന്റെ ബൗണ്ടറി പോയിന്റ്സ് ഏതാണ്? ഇതാണ് ഈ ലൈനും ഈ ലൈനുമാണ് ബൗണ്ടറി പോയിന്റ്സ്. അപ്പൊ ബൗണ്ടറി പോയിന്റ്സ് എല്ലാം നമ്മുടെ ഈ റീജിയനിലുണ്ട്, ഈ സെറ്റിലുണ്ട്. ബൗണ്ടറി പോയിന്റ്സ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ്ഡ് റീജിയൻ ആയിരിക്കും. സിൻസ് ദ എബോവ് റീജിയൻ കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ്, ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അപ്പൊ ഓപ്പൺ അല്ല. അപ്പൊ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബട്ട് നോട്ട് ഓപ്പൺ. അപ്പൊ ഓപ്പൺ കണക്റ്റഡ് റീജിയനെ എന്താവുള്ളൂ? ഡൊമെയിൻ ആവുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഡൊമെയിൻ അല്ല. കാരണം എന്താ? ഓപ്പൺ അല്ല. കണക്റ്റഡ് ആണ് ബട്ട് നോട്ട് ഓപ്പൺ. അതുകൊണ്ട് നമുക്ക് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് എ ഡൊമെയിൻ. ഡൊമെയിൻ അല്ല, ക്ലോസ്ഡ് ആണ്, കണക്റ്റഡ് ആണ്, ഓപ്പൺ അല്ല.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ പറ്റി പറയാൻ പറ്റുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തേല് തന്നിട്ടുള്ളത് മോഡ് 2z+3 ഗ്രേറ്റർ ദാൻ 4. അപ്പൊ നമുക്ക് ഇത് അറിയാവുന്ന രീതിയിലേക്ക് ഇത് മാറ്റാം. വിച്ച് ഇംപ്ലൈസ് ഇതില്ലെങ്കിൽ ഞാൻ ഈ മോഡിന്റെ ഉള്ളിൽ നിന്ന് 2 അങ്ങ് പുറത്തെടുക്കാൻ വിചാരിക്കും. 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 2 പോയി കഴിഞ്ഞാൽ z മാത്രമേ ഉള്ളൂ. ഇവിടെ 2 പോയി കഴിഞ്ഞാൽ 3/2 വരും. ഗ്രേറ്റർ ദാൻ 4. അപ്പൊ രണ്ട് സൈഡിലും 2 വരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, 2 കൊണ്ട് കട്ട് ചെയ്യാം. രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും, മോഡ് z+3/2 ഗ്രേറ്റർ ദാൻ 2 വരും. 2 കൊണ്ട് കട്ട് ചെയ്തു. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, മോഡ് z-3/2 എഴുതി. എന്ന് വെച്ചാൽ എന്താ, -3/2 സെന്റർ ആയിട്ടുള്ള റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ. അതാണ് -3/2 0 സെന്റർ ആയിട്ട് 2 റേഡിയസ് ആയിട്ടുള്ള സർക്കിള്. അതാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. അപ്പൊ നമ്മൾ അത് ഈക്വൽ ടു 2 ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കണം അല്ലെ. മോഡ് z-3/2 equal to 2 represent a circle with the center -3/2 0 and radius 2. Hence mode 2z+3 greater than 4 represent the exterior of the circle with the center. എന്ന് വെച്ചാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നാ പറഞ്ഞത്. ഈക്വൽ ടു ആണെങ്കിൽ ആ സർക്കിൾ ആണ്, ലെസ് ദാൻ ആണെങ്കിൽ സർക്കിളിനുള്ളിലുള്ള റീജിയൻ ആണ്. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞതുകൊണ്ട് സർക്കിളിന് പുറത്തുള്ള റീജിയൻ ആയിരിക്കും വരിക. അപ്പൊ ഇത് എക്സ്റ്റീരിയർ ആണ് വരിക. എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ -3/2 0 ആൻഡ് റേഡിയസ് 2. അപ്പൊ നമുക്ക് ഈ സർക്കിൾ ഒന്ന് വരയ്ക്കാം. മോഡ് z-3/2 2 equal to 2. അപ്പൊ 2 റേഡിയസും -3/2 0 സെന്റർ. -3/2 ഏകദേശം -1 വലുതാണ്. -1 ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം വരും. -3/2 0. ഇനി 2 റേഡിയസ് വരണം. 2 റേഡിയസ് വരണമെങ്കിൽ ഏകദേശം ഇവിടേക്ക് ഇത്രയും വരും, ഇവിടേക്ക് ഇത്രയും. 2 റേഡിയസ് ഉള്ള സർക്കിൾ ഞാൻ വരയ്ക്കും. ഏകദേശമാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത്. ഇത് 2 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. -3/2 0 സെന്റർ ആയിട്ടുള്ള സർക്കിൾ ആണ്. ഇത് ഒറിജിൻ, x ആക്സിസ്, y ആക്സിസ്. അപ്പൊ ഇനി ഇതിൽ നിന്ന് ഗ്രേറ്റർ ദാൻ 2 ഉള്ളൂ, ഈക്വൽ ടു 2 ഇല്ല. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഇല്ല. അതുകൊണ്ട് നമ്മൾ ബൗണ്ടറീസ് ഒഴിവാക്കാണ്. ബൗണ്ടറീസ് ഒഴിവാക്കി ഇനി ഏത് പോർഷൻ ആണ്, ഈ സർക്കിളിന്റെ ഔട്ട്സൈഡ് പോർഷൻ ആണ്. കാരണം ഗ്രേറ്റർ ദാൻ 2 എന്നാണ്. അപ്പൊ ലെസ് ദാൻ 2 എന്നായിരുന്നെങ്കിൽ നമ്മൾ ഇൻസൈഡിൽ വന്നേനെ. ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് ഈ ഒരു പുറത്തേക്കുള്ള റീജിയൻ ആണ്. ബൗണ്ടറീസ് ഉൾപ്പെടാതെ ഈ പുറത്തേക്കുള്ള ഒരു റീജിയൻ ആണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഇനി ഇത് നമുക്ക് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നൊക്കെ പറയാം. അപ്പൊ ഇത് കണ്ടാൽ നമുക്കറിയാം കണക്റ്റഡ് ആണോ, കണക്റ്റഡ് ആണ്. ഇതിനുള്ള പുറത്തുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ദ ഗിവൺ സെറ്റ് ഈസ് കണക്റ്റഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ റീജിയൻ. കണക്റ്റഡ് ആയതുകൊണ്ടൊരു റീജിയൻ. അപ്പൊ ഇത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ, ഇതിന് ബൗണ്ടറി പോയിന്റ്സ് ഏതായിരുന്നു, ഈ സർക്കിൾ ആയിരുന്നു ബൗണ്ടറി പോയിന്റ്സ്. വേറെ ബൗണ്ടറി പോയിന്റ്സ് ഒന്നും ഇതിൽ വരുന്നില്ല.
അപ്പൊ ഈ ബൗണ്ടറി പോയിന്റ്സ് ഒന്നും തന്നെ ഇതിലില്ല, അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബൗണ്ടറി പോയിന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ് അല്ലെ. അപ്പൊ the above region is open but not closed since the boundary points the points on the circle, boundary points the points on the circle is not included in the region. Thus the given set is a connected open set. Connected open setനെ നമ്മൾ എന്ത് പറയും? ഡൊമെയിൻ എന്ന് പറയും. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ ഡൊമെയിൻ. അപ്പൊ ഇത് കണക്റ്റഡ് ആണ്, ഓപ്പൺ സെറ്റ് ആണ്, ക്ലോസ്ഡ് അല്ല, ഓപ്പൺ സെറ്റ് ആണ്. അപ്പൊ ഓപ്പൺ കണക്റ്റഡ് ആയതുകൊണ്ട് ഡൊമെയിൻ ആണ് പറയും. റീജിയനും ആണ്, ഡൊമെയിനും ആണ്. അപ്പൊ ഇത്രയുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാര്യങ്ങൾ. ഓരോന്നിന്റെ ഡെഫിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഗ്രഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നൊക്കെ പറയാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അനലിറ്റിസിറ്റി ഒക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അടുത്ത ക്ലാസ്സിൽ അനലിറ്റിക് ഫങ്ഷൻസ് അതൊക്കെ നോക്കാം.